സോ ഹലോ ആൾ ഏകദേശം 1.5 മാസമായി വീഡിയോ ചെയ്തിട്ട്. സോ എക്സാം ആയിരുന്നു, MBBS ഫസ്റ്റ് ഇയർ MBBSൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം ആയിരുന്നു. സോ എക്സാമിന് തിരക്കായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാത്തത്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് വീഡിയോ ചെയ്തിട്ട് ഇടാനുള്ള ടൈമും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, സോ ഇനി എക്സാം തീർന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എക്സാം തീർന്നിട്ടില്ല. തിയറി എക്സാംസ് എല്ലാം ഇന്നലെ തീർന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇനി പെൻഡിങ് ഉള്ളത് നമുക്ക് പ്രാക്ടിക്കൽ എക്സാംസ് ആണ്. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കൽ എക്സാംസ് വരുന്നേ ഉള്ളൂ. സോ പ്രാക്ടിക്കൽ എക്സാംസ് ഏകദേശം വിത്തിൻ 2 ദിവസത്തിനുള്ളിൽ നിന്ന് പ്രാക്ടിക്കൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. സോ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വീഡിയോ എടുത്ത് ചെയ്യുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മെജോറിറ്റി ഓഫ് നമ്മുടെ ഈ വ്യൂവേഴ്സും നീറ്റ് ആസ്പിറൻസ് അതുപോലെ തന്നെ ചിലപ്പോൾ ഈ വർഷം മെഡിക്കൽ കോളേജിലേക്ക് കയറാൻ പോകുന്നവരും ഈ വീഡിയോ കാണുന്നുണ്ടാവും. സോ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ, എങ്ങനെയൊക്കെയാണ് എക്സാംസിൻ്റെ പാറ്റേൺ. അപ്പോൾ നീറ്റ് എക്സാം ഫുൾ MCQs ആണല്ലോ, നമുക്ക് കറക്കി കുത്തി കഴിഞ്ഞാൽ നെഗറ്റീവ് ഉണ്ട്. പക്ഷേ ഇവിടെ എങ്ങനെയൊക്കെയാണ്, ഇവിടെ MCQs ഉണ്ടോ, അതുപോലെ തന്നെ MCQs ഉണ്ടെങ്കിൽ അത് കറക്കി കുത്തി കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് വരുമോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് ഇൻഫോർമേറ്റീവ് ടിപ്സ് പറഞ്ഞു തരിക എന്നുള്ള രീതിയിലായിരിക്കും ഇന്നത്തെ ഇത്. സോ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളിപ്പോൾ നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്, മൈൻഡ് മാപ്പ് എല്ലാ കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റുഡൻസ് ഉള്ള പ്ലാറ്റ്ഫോമാണത്. ഓക്കെ, ഏകദേശം 3900+ സ്റ്റുഡൻസ് ടെലഗ്രാമിലുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പിലും 2800-900 സംതിങ് സ്റ്റുഡൻസ് ഉണ്ട്. സോ ഒരുപാട് ഷോർട്ട് നോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ഇനീഷ്യലി തന്നെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 1 ഇയർ യൂസ് ചെയ്യാനുള്ള എല്ലാ ഷോർട്ട് നോട്ടും, മൈൻഡ് മാപ്പ്, എല്ലാ കാര്യങ്ങളും, ട്രിക്സ് ആൻഡ് ടിപ്സുകൾ ഇട്ടിട്ടുണ്ട്. ഇനിയും അതിൽ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ജോയിൻ ചെയ്യാൻ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സും പിൻ ചെയ്ത്. അപ്പോൾ എങ്ങനെയായിരുന്നു എക്സാം എൻ്റെ ഇതിൽ മോഡറേറ്റ് ലെവലായിരുന്നു. വളരെ എന്താ പറയുക, ഡിഫിക്കൽട്ടായിട്ടുള്ള ഇതുണ്ടായിരുന്നു. സോ MCQs ഒക്കെ ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു, നമുക്ക് അങ്ങനെ കിട്ടില്ല. പക്ഷേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കുത്തും, ഇതിൽ കറക്റ്റായി കഴിഞ്ഞാൽ കറക്റ്റായി. അപ്പോൾ മറ്റേ ഈ MCQs ഉണ്ടോ ചോദിച്ചില്ല, MCQs ഉണ്ട്. ഏകദേശം നമുക്ക് 100 മാർക്കാണ് ഒരു പേപ്പർ വരുന്നത്. ഏകദേശം ഫസ്റ്റ് എത്ര പേപ്പർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏകദേശം 6 പേപ്പറാണുള്ളത്. ഏകദേശം നമുക്ക് 3 സബ്ജക്റ്റാണുള്ളത്: അനാറ്റമി, ഫിസിയോളജി, ബയോ കെമിസ്ട്രി. ഒരു സബ്ജക്റ്റിന് 2 പേപ്പർ വെച്ചിട്ട് 3 സബ്ജക്റ്റിന് 6 പേപ്പറായിട്ടാണ് നമുക്ക് വരുന്നത്. അങ്ങനെ ഒരു പേപ്പറിന് 100 മാർക്ക്. ഓക്കെ, സോ ഒരു പേപ്പറിൽ 100 മാർക്കാണ്. അതിൽ 20 മാർക്ക് MCQs ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അതായത് അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 1 വേർഡ് ഉണ്ടാവും, അസൈഷൻ ആൻഡ് റീസൺ ടൈപ്പ് കാര്യങ്ങളുണ്ടാവും. ഓക്കെ, അതിൽ നെഗറ്റീവ് മാർക്കില്ല. അതാണ് നമുക്ക് നീറ്റിനെ വെച്ചിട്ട് ഒരു എന്താ പറയുക ഇതാക്കാനുള്ള ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് നെഗറ്റീവ് മാർക്കില്ല. നെഗറ്റീവ് മാർക്കില്ലെങ്കിൽ എന്താ ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എന്തൊരു ക്വസ്റ്റ്യൻ അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കറക്കി കുത്താം. അതിൽ കറക്റ്റായി കഴിഞ്ഞാൽ കറക്റ്റായി. ഓക്കെ, സോ അങ്ങനെ. അപ്പോൾ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, മിനിമം നമുക്ക് എത്ര മാർക്ക് വേണം പാസ്സാവാൻ ഞങ്ങൾക്കറിയാം. 100 അപ്പോൾ 100 മിനിമം നമുക്ക് 40 മാർക്കാണ്. അതായത് 2 പേപ്പർ ഉണ്ട് നമുക്ക് ഒരു സബ്ജക്റ്റിന്. അതിൽ 2 പേപ്പർ വെച്ച് നോക്കുമ്പോൾ 100 × 2 200 മാർക്കാണ് വരിക. അതിൽ നമുക്ക് ടോട്ടൽ 80 മാർക്ക്, മിനിമം 40% മാർക്ക് നമുക്ക് വേണം തിയറിയിൽ മിനിമം. ഓക്കെ, അതിന് താഴെ പോയി കഴിഞ്ഞാൽ ഫെയിലാണ്. അപ്പോൾ 40% മാർക്ക് മിനിമം വേണം. അതിൽ 40% മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ 2 പേപ്പറിൽ ഇപ്പോൾ 40 മാർക്ക് ഉണ്ടായി നമുക്ക് കൂട്ടാം. ജസ്റ്റ് 2 പേപ്പറിൽ 40 അപ്പോൾ 80 മാർക്ക് ഉണ്ട്. 200 മാർക്ക്. പിന്നെ ഉള്ളത് പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കൽ 100 മാർക്കാണ്. ഏകദേശം അതിൽ നമുക്ക് അപ്പോൾ ടോട്ടൽ 300 ആയല്ലോ. 300 ഒരു സബ്ജക്റ്റ് 300 മാർക്കായല്ലോ. അപ്പോൾ അതിൽ 150 മാർക്ക് ഉണ്ടായാലും പാസ്സാവുള്ളൂ. 50% മാർക്ക് വേണം. സോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ 80 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രാക്ടിക്കലി 70 മാർക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, 100 മാർക്ക്. സോ എന്നാലേ പാസ്സാവുള്ളൂ. സോ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. MBBS പാസ്സാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പാസ്സാവുമെന്ന് ഉറപ്പില്ല. പ്രാക്ടിക്കൽ കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അറിയില്ല. ഓക്കെ, പാസ്സായില്ല എന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം ചോദിച്ചാൽ, ഇയർ ബാക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇനീഷ്യലി ഇയർ ബാക്ക് ആവില്ല. നമുക്ക് എക്സാം ഉണ്ടാവും. തോറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് എന്താ പറയുക, പാസ്സായി കഴിഞ്ഞാൽ പാസ്സായി, അല്ല എന്നുണ്ടെങ്കിൽ 1 വർഷം നമ്മൾ പോകും. അപ്പോൾ നമ്മൾ വീണ്ടും ഫസ്റ്റ് ഇയറിൽ പഠിക്കേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു ചെറിയ കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക അറിയണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല MBBSനെ കുറിച്ച്. അതായത് 4 ചാൻസേ ഉള്ളൂ. 4 ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എക്സാം എഴുതി, അത് ഫസ്റ്റ് ചാൻസ്. പിന്നെ ഞാൻ ഫെയിലായി കഴിഞ്ഞാൽ എക്സാം ഉണ്ടാവും എനിക്ക്. അപ്പോൾ എക്സാം എഴുതി, അപ്പോൾ 2ാമത്തെ ചാൻസ്. പിന്നെ ഉള്ളത് അടുത്ത വർഷമാണ് എക്സാം. അടുത്ത വർഷം നമുക്ക് എന്താ പറയുക ഒരു എക്സാം, യൂണിവേഴ്സിറ്റി എക്സാം. അത് ഫെയിലായി കഴിഞ്ഞാൽ പിന്നുള്ളത് ഒരു എക്സാമാണ്. അതും ഫെയിലായി കഴിഞ്ഞാൽ 4 ചാൻസായി. 4 ചാൻസും ഫെയിലായി കഴിഞ്ഞാൽ ഔട്ടാണ്. MBBS ഔട്ടാണ്. ഓക്കെ, അപ്പം പിന്നെ നമ്മൾ വീണ്ടും നീറ്റ് എഴുതിയിട്ട് കയറേണ്ടി വരുമെന്ന് തോന്നുന്നു. അല്ലാതെ പിന്നെ നീറ്റ് എഴുതിയിട്ട് കയറാൻ പറ്റും ഉണ്ടാവും, അറിയില്ല.
MBBS ഔട്ടാണ്, പിന്നെ നീറ്റ് എഴുതിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കയറാം, അങ്ങനെ ആയിരിക്കും. സോ അങ്ങനെയാണ്, ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ്, എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ പോയിട്ടുണ്ട്, MBBS ഔട്ടായിട്ടുണ്ട്. പിന്നെ മേഴ്സി ചാൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അവരിങ്ങനെ നടക്കുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. സോ അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരുപാട് പേരുണ്ട്. സോ നിങ്ങൾ എന്താ വെച്ചാൽ ഇപ്പോൾ നീറ്റിന് പഠിക്കുന്നവരൊക്കെ നിങ്ങൾ ഇപ്പോൾ നീറ്റ് കിട്ടി, നീറ്റിന് പഠിക്കുന്നതല്ല, ഇപ്പോൾ നീറ്റൊക്കെ കിട്ടി കോളേജിൽ ഈ വർഷം കയറുന്നവർ ഇനീഷ്യലി തന്നെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് പോവുക. ഓക്കെ, സോ എക്സാമൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് വരും, ഭയങ്കര പണിയായിരിക്കും. എനിക്കൊക്കെ അങ്ങനെ ചില ടോപ്പിക്കൊക്കെ ഭയങ്കര ഇതായിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ 3 സബ്ജക്റ്റും ഇനീഷ്യലി എനിക്ക് ഡിഫിക്കൽട്ട് തന്നെയാണ്. അത് സിമ്പിളായിട്ട് സബ്ജക്റ്റ് ഉണ്ട്, പക്ഷേ അതിൽ ഈ ബൈ ഹാർട്ട് പഠിക്കുന്ന കാര്യങ്ങൾ എനിക്കൊരിക്കലും എന്താ പറയുക പെട്ടെന്ന് ഓർക്കാൻ പറ്റില്ല, പെട്ടെന്ന് മറന്നു പോകും. ഇനി ബയോകെമിസ്ട്രി ഒക്കെ എന്ന് വെച്ചാൽ ഒരുപാട് കാര്യം ബൈ ഹാർട്ട് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് മൈൻഡിൽ നിന്ന് പോകും. സോ അങ്ങനെയൊക്കെ എനിക്ക് ബയോകെമിസ്ട്രി കുറച്ച് എന്താ പറയുക പഠിക്കാൻ പണിയാണ്, അതായത് മനസ്സിൽ നിൽക്കും. പക്ഷെ കണ്ടന്റ് വൈസ് ബയോകെമിസ്ട്രി കുറച്ചുള്ളൂ പഠിക്കാൻ. പിന്നുള്ളത് ഫിസിയോളജി, പിന്നെ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് അനാട്ടമിയാണ്. സോ അങ്ങനെയൊക്കെയാണ്. പിന്നെ അനാട്ടമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിത്രം, ഒരു 5-6 തവണ ചിത്രം അങ്ങനെ കണ്ട് കഴിഞ്ഞാൽ ഏകദേശം ആ ചിത്രം വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഫിസിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മൾ +2 പഠിച്ച ഒരുപാട് കാര്യങ്ങൾ ഫിസിയോളജിയിൽ ഉണ്ട് കേട്ടോ. +2 ബയോളജിയിൽ പഠിച്ചൊക്കെ. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. സോ അതിന് ബേസിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യം പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും പറ്റും, പിന്നെ പെട്ടെന്ന് എക്സാമൊക്കെ നമുക്ക് എഴുതാനും പറ്റും. സോ അങ്ങനെയൊക്കെയാണ് എൻ്റെ എക്സാമിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. പാസ്സാവും ഇപ്പം ഞാൻ പാസ്സാവും ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പില്ല, അറിയില്ല. പ്രാക്ടിക്കൽ കൂടി കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ. എനിക്ക് പ്രാക്ടിക്കൽ കുറച്ച് സീനാണ്. സോ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പ്രാക്ടിക്കലി പഠിക്കണം, ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഭയങ്കര ഡിഫിക്കൽട്ട് തന്നെയാണ്. MBBS എക്സാം പാസ്സാവാമെന്ന് പറഞ്ഞത് തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി നീറ്റ് എഴുതുന്നവരൊക്കെ ഉഷാറായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും നല്ല കോളേജ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, ഹോസ്റ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോളേജിൻ്റെ ആ ഒരു വൈബ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻജോയ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പഠിച്ചും പോയാൽ മതി. ഓക്കെ, വളരെ സിമ്പിളായിട്ട് പാസ് ആയി പോകാൻ പറ്റും. പഠിക്കാത്തവരാണ് ഫെയിൽ ആവുന്നത്. ഓക്കെ, സോ അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കാൻ. നീറ്റിനൊക്കെ എസ്പെഷ്യലി ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക സമയമുണ്ട്. നിങ്ങൾ ഉഷാറായിട്ട് ഇങ്ങനെ പഠിച്ച് പോവുക, റിവൈസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഉഷാറായിട്ട് പോവുക. പിന്നെ പറഞ്ഞ പോലെ തന്നെ ടെലഗ്രാമും കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഞാൻ എല്ലാ കാര്യവും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് MBBS എക്സാം, നീറ്റ് എക്സാം വെച്ചിട്ടൊരു കമ്പാരിസൺ. അതായത് നെഗറ്റീവ് മാർക്ക് വരുന്നില്ല, പിന്നെ MCQs ഉണ്ട്, പിന്നെ ഉള്ളത് ഷോർട്ട് എസ്സേ, പിന്നെ പറയാനുള്ളത് ഷോർട്ട് എസ്സേ ടൈപ്പ് 2 എസ്സേ ഉണ്ടാവും, ഷോർട്ട് എസ്സേകൾ ഉണ്ടാവും 6 മാർക്കിൻ്റെ അങ്ങനത്തെ, പിന്നെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ അങ്ങനെയായിട്ട് ഇതുണ്ട്. സോ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഡയഗ്രാം, ഫിസിയോളജിക്കാണെങ്കിൽ 2 ഡയഗ്രാം നമ്മൾ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. 2 ഡയഗ്രാം സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾ കോളേജിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാക്കാൻ പറ്റും. സോ ഇത്രയുള്ള വീഡിയോ. സോ നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക. എനിക്കും എക്സാമാണ്. സോ നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക. ആൾ ദി ബെസ്റ്റ് ഗൈസ്. അടിപൊളിയായിട്ട് ഇരിക്കുക. ഇപ്പോൾ വരുന്ന വീക്കിൽ എക്സാമൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യുക, കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യുക. സോ ആൾ ദി ബെസ്റ്റ്.